ഹായ് പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് ഞാൻ നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് പങ്കുകൊടുക്കുന്നത് ഒരു 10-25-30 ദിവസത്തിനകത്ത് വെച്ചാണ് നമ്മൾ ഈ കോവലും പയറും ഒക്കെ നട്ടത്. അപ്പം ആ കോവലും പയറും ഒക്കെ ഇന്ന് ആദ്യത്തെ ഒരു വിളവെടുപ്പ് ഉണ്ടായി. അത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. കാരണം ഇത്രയും കോവയ്ക്കായും ഇത്രയും പയറും മാത്രമേ നമ്മൾ പറിച്ചുള്ളൂ. കുറച്ച് പയർ പറിക്കാൻ തപ്പേണ്ട അല്പം വിളയാനുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു 30 ദിവസം, പരമാവധി ഒരു 30 ദിവസത്തിനകത്ത് വെച്ച് നമുക്ക് പച്ചക്കറിയുടെ ഉൽപ്പാദനം നടക്കും. പ്രത്യേകിച്ച് കോവലെ പയറും ഒക്കെ, അപ്പം അതുപോലെ വെള്ളരിയൊക്കെ. പിന്നെ ഇത് കൊലയാണ്. പ്രധാനമായിട്ടും ഞാൻ എല്ലാം ജൈവ കൃഷികളാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ സ്വാദ് കൂടും, അതുപോലെ തന്നെ ഔഷധ ഗുണങ്ങൾ കൂടും. അപ്പം ഇത്തരം കാഴ്ചകൾ ഇത് നമുക്ക് വളരെ പ്രചോദനം ഉണ്ടാക്കുന്നതാണ്. പ്രത്യേകിച്ചും പട്ടണങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് ഈ വിളവെടുപ്പും കൃഷി ഒക്കെ കാണുന്നത് മനസ്സിന് വളരെയധികം സന്തോഷം ഉണ്ടാകുന്നതാണ്. എന്ന് മാത്രമല്ല, പ്രകൃതി അത് മനുഷ്യൻ ഒത്തൊരുമിച്ച് താമസിക്കാൻ തുടങ്ങിയത് തന്നെ കൃഷിയുടെ ആരംഭത്തോടു കൂടിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ കൃഷി അഗ്രികൾച്ചർ എന്ന പേരിലാണ് ഇംഗ്ലീഷ് അറിയപ്പെടുന്നത്. അഗ്രികൾച്ചർ എന്ന് പറയാൻ തന്നെ ഒരു കൃഷി എന്ന് പറയുന്ന ഒരു സംസ്കാരമാണ്. എന്താണ് അതിൻ്റെ സംസ്കാരം എന്ന് നമുക്ക് ചിന്തിക്കാം. ഒരു വിത്ത് ഒരു കർഷകൻ്റെ കയ്യിൽ കിട്ടുന്നു. സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, ആദരവോടെ ആ വിത്ത് ആ മണ്ണിൽ നടുന്നു. ആ വിത്തിന് വേണ്ട വളവും വെള്ളവും ഒക്കെ നൽകുന്നു. അത് വളരുന്നു, അത് പുഷ്പിക്കുന്നു, കായ് ഫലം തരുന്നു. അത് എന്തു ചെയ്യുന്നു? അന്നമായി ആ കൃഷി ചെയ്യുന്ന ആൾ മാത്രമല്ല, ഒരുപാട് ആൾക്കാർ, അതായത് ആൾക്കാർ മാത്രമല്ല, ജീവജാലങ്ങൾ അത് ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നു. അപ്പം ആ ഒരു സംസ്കാരത്തെയാണ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. അവ പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നമുക്ക് ഭൂമിയുടെ വിസ്തൃതി പലർക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ. ചിലർക്ക് വാടകയ്ക്ക് താമസിക്കേണ്ടി വരും. ഈ സാഹചര്യത്തിലൊക്കെ മനസ്സുണ്ടെങ്കിൽ മാർഗമുണ്ട് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ആഹാരമാണ് ഔഷധം എന്ന കാര്യം നാം ചിന്തിക്കുക. നമ്മൾ ജൈവ കൃഷി എന്ന് പറയുമ്പോഴേ വില കൊടുത്തൊന്നും ഒരുപാട് വളങ്ങളൊന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല. നമ്മുടെ കഞ്ഞിവെള്ളം, നമ്മൾ അരി വാർത്തതിന് ശേഷം നമ്മൾ പാഴായി കളയുന്ന കഞ്ഞിവെള്ളം, അതുപോലെ തന്നെ നമ്മൾ വാങ്ങിക്കുന്ന പച്ചക്കറിയുടെയൊക്കെ അവശിഷ്ടങ്ങൾ, നമ്മൾ വാങ്ങിക്കുന്ന മത്സ്യത്തിൻ്റെയും മാംസത്തിൻ്റെയും ഒക്കെ കഴുകുന്ന വെള്ളങ്ങളും അതിൻ്റെ അവശിഷ്ടങ്ങളും ഒക്കെ നമുക്ക് പ്രത്യേകമായി മാറ്റി വെച്ചിരുന്ന് ഇതൊക്കെ നമുക്ക് ജൈവവളമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പം നമ്മുടെ പ്രകൃതിക്ക് മലിനമാകാത്ത രീതിയിൽ, വായുവിന് മലിനമാകാത്ത രീതിയിൽ, ജലത്തിന് മലിനമാകാത്ത രീതിയിൽ നമുക്ക് ഇവയൊക്കെ കൃഷിക്ക് ഉപയോഗിച്ച് നമുക്ക് തന്നെ വളരെ ഒരു സമൃദ്ധിയിലേക്ക് എത്തിച്ചേരാം. നമ്മൾ വില കൊടുത്താൽ ഏത് സാധനവും കിട്ടും. കാരണം നല്ല ജോലിയൊക്കെ ഉള്ളവർക്ക് നല്ല ശമ്പളമൊക്കെ ഉണ്ട്, നല്ല വരുമാനമുണ്ട്. വിദേശത്തേക്കുള്ളവർക്ക് വില കൊടുത്താൽ കമ്പോളങ്ങളിൽ ഏത് സാധനം വേണമെങ്കിലും നമുക്ക് കിട്ടുമെന്നുള്ളത് സത്യമാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഇന്നും നമ്മൾ കൃഷി ചെയ്യുന്നതല്ല പല സാധനങ്ങളും അന്യ സംസ്ഥാനത്ത് നിന്നും അത് വിൽക്കുന്നതിന് വേണ്ടി മാത്രം അവരുടെ കർഷകർ ഉൽപ്പാദിപ്പിക്കണം. അതിൽ നമ്മൾ മനസ്സിലാക്കുന്ന പല തരത്തിലുള്ള അറിവുകളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത് നിരോധിച്ചിട്ടുള്ള മരുന്നുകൾ പോലും, കീടനാശിനികൾ പോലും ഇതിനൊക്കെ തളിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നമ്മൾ എന്തു ചെയ്യും? ഇത് കഴിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലെ ആന്തരിക അവയവങ്ങൾ കേടുവരികയും അങ്ങനെ നമ്മുടെ രോഗങ്ങൾ ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് വർദ്ധിക്കുകയും ചെയ്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതെന്നാണെന്നാണ് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര സ്ഥലം കുറഞ്ഞവർക്കും സ്ഥലം കൂടിയവർക്കും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ, പഴങ്ങൾ ഒക്കെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു വീട്ടിൽ വാടകയ്ക്കാണെങ്കിൽ പോലും പിന്നെ ആ വീട്ടിലേക്ക് എങ്ങനെയാണ് നമുക്ക് ആവശ്യമുള്ള പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്ന് വ്യക്തമായ വീഡിയോകൾ ഞാൻ പല പ്രാവശ്യമായിട്ട് ചെയ്യുന്നുണ്ട്. പൈനാപ്പിൾ നമുക്ക് ചാക്കിനകത്ത് നട്ടുപിടിപ്പിക്കാൻ സാധിക്കും. അതുപോലെ കോവൽ ചാക്കിലും ഗ്രോബാഗിലും ഡ്രമ്മിലും ഒക്കെ പറ്റും. അതുപോലെ പയർ, കോവൽ ഇതെല്ലാം പറ്റും. വാഴ ചാക്കിനകത്ത് പറ്റും. പ്രത്യേകിച്ചും ഈ ഉയരം കുറഞ്ഞ റോബസ്റ്റ പോലെയുള്ള വാഴകൾ ചാക്കിനകത്ത് വെക്കും. ചെറിയ കൊലകളെ കിട്ടത്തുള്ളെങ്കിലും. അപ്പം അതിൽ നമ്മൾ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് വിൽക്കാനല്ല, നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതിനാണ്. അതും നമ്മുടെ അടുക്കളയിലെ നമ്മൾ കൊണ്ട് കളയുന്ന മാലിന്യങ്ങൾ, അതുപോലെ മുട്ടത്തോടുകൾ, ചാരം, ഇതെല്ലാം ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കുകയും അതൊന്ന് പരീക്ഷിച്ച് നോക്കുകയും ഒക്കെ ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്നത് ശരീരത്തിനുള്ള വ്യായാമം കിട്ടുന്നുണ്ട്, മനസ്സിന് സംതൃപ്തി കിട്ടുന്നുണ്ട്, സാമ്പത്തികമായ ലാഭം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഇത്തരം അറിവുകൾ ശേഖരിക്കാനും അത് സമാന ചിന്താഗതിയുള്ളവരിലേക്കൊക്കെ എത്തിക്കാനും നിങ്ങൾ താല്പര്യമെങ്കിൽ ഇതുവരെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ആദ്യം മുതൽ തന്നെ വേണ്ട എല്ലാവിധ പ്രോത്സാഹനവും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും ഞാൻ കൃത്യമായി നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.